ഇന്ന് ഞങ്ങളൊരു കുട്ടി ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. നെസ്റ്റോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുട്ടി ഷോപ്പിംഗ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത്. ലാസ്റ്റ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കാർ എടുക്കായിരുന്നു എന്ന് പിന്നെ തോന്നി. കുഞ്ഞിക്കാണെങ്കിലും രാഹുവിനാണെങ്കിലും ബൈക്കിൽ പോകാനാണ് കൂടുതൽ ഇഷ്ടം. നമ്മൾ റെഡി ആയിട്ട് കാറിലാണ് കയറുന്നതെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സങ്കടമാണ്. ബൈക്കിൽ പോവാന്ന് പറയും. രാഹുവിനാണെങ്കിൽ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് നല്ല കാറ്റൊക്കെ അടിച്ചിട്ട് നല്ല സുഖമായിട്ട് ഇരിക്കാമല്ലോ. അതുകൊണ്ട് തോന്നുന്നു എനിക്കും ചെറുതിലൊക്കെ ബൈക്കിൽ ഫ്രണ്ടിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരും ഭയങ്കര ഇഷ്ടമാണ്. ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരെയും ആദ്യം തന്നെ ഈ ഷോപ്പിംഗ് കാർട്ടിൽ ഇരുത്തും. പക്ഷെ അവർക്കത് തീരെ ഇഷ്ടമല്ല. അവർക്ക് അവിടെയൊക്കെ ഓടി കളിക്കാനും പെടഞ്ഞോടാനൊക്കെയാണ് അവർക്ക് ഇഷ്ടം. പിന്നെ അവരെ പിന്നാലെ നമ്മൾ ഓടണം. അപ്പോൾ വേഗം തന്നെ അവരെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കയറ്റിയിരുത്തും. അപ്പോൾ നാളെ ആണെങ്കിൽ അച്ഛനും അമ്മയും വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു കുട്ടി ഷോപ്പിംഗ് ആണ് ഇത്. അപ്പോൾ കുറച്ച് ഫിഷും അതേപോലെ ബീഫ് വാങ്ങാനാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ നമ്മളെ ബഫല്ലോ മീറ്റ് ഇല്ല, വീൽ മീറ്റാണുള്ളത്. ഈ കുട്ടൻ എന്ന് പറയുന്ന ആ ഒരു അതായത് ഓക്സിൻ്റെ മീറ്റാണുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ മുന്നൊരിക്കൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് അമ്മയൊക്കെ വന്നൊരു സമയത്ത്. എന്നിട്ട് അമ്മ അത് ഞങ്ങൾക്ക് റോസ്റ്റ് ചെയ്ത് തരിക ചെയ്തത്. അത് എനിക്ക് അത്ര ഒരു ഇത് തോന്നിയില്ല. എനിക്ക് ബീഫ് അതായത് ബഫല്ലോ മീറ്റാണ് എനിക്ക് ഒന്നും കൂടി ഇഷ്ടം. അപ്പോൾ അത് കിട്ടാഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അത് വാങ്ങിയില്ല. അമ്മയ്ക്കും അത് കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ചിക്കൻ വാങ്ങി, പിന്നെ ഫിഷ് വാങ്ങി, പിന്നെ കുറച്ച് സ്പൈസസും പൗഡേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൂടി ഇവിടുന്ന് വാങ്ങിക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മളിവിടെ ഏതെങ്കിലും ചെറിയ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് വളരെ കുറവൊക്കെ സാധനങ്ങൾ നമുക്ക് വാങ്ങിയിട്ട് നമ്മൾ വരുള്ളൂ. പക്ഷെ ഈ മാളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ട് വരും. ലാസ്റ്റ് ബില്ലൊരു എമൗണ്ട് ആവും. ആരൊക്കെ അറിയണ നോക്ക്, ആരൊക്കെ അറിയണ നോക്ക്. കുറുമ്പ് കാണിച്ചിട്ടൊക്കെ അറിയണ കുട്ടീനെ നോക്ക്. കുഞ്ഞിക്ക് പാപ്പു എന്തൊക്കെയാ കുഞ്ഞിക്ക്. കുഞ്ഞിക്കാണെങ്കിൽ താഴത്തൊക്കെ ഇറങ്ങി ഓടി കളിക്കാൻ വേണ്ടിയിട്ടുള്ള വാശിയാണ് കുഞ്ഞിയുടെ. ഒരു നേരം അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ അവൾക്ക് തീരെ ഇഷ്ടമില്ല. പിന്നെ ഓരോ സാധനങ്ങൾ അവൾ പോയിട്ട് എടുത്തിട്ട് പാക്കറ്റൊക്കെ വാങ്ങിയിട്ട് അതായത് അവിടെ നിന്ന് എടുത്തിട്ട് വരും. എന്നിട്ട് അവൾ ട്രോളിയിൽ കൊണ്ടിടും. അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യൽ അവസാനം ഗതി കെട്ടിട്ട് ഒരു മിഠായി വാങ്ങി കൊടുത്തു. അപ്പോൾ കുറച്ച് നേരമൊക്കെ അതിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ബലൂൺ അവിടെ നിന്ന് ഇരിക്കുന്നുണ്ട്. അത് വേണമെന്ന് പറഞ്ഞിട്ട് കുറേ നേരം അതിന് വാശി പിടിച്ചു. ഈ ബലൂൺ ഞങ്ങൾ ബൈക്കിലല്ലേ വന്നിട്ടുള്ളത്, ഇത്രയും സാധനങ്ങളും പിടിക്കണം. പിന്നെ ഈ ബലൂൺ ഇത് പറന്ന് പോവും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ഇത് വാങ്ങിക്കാൻ വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. പിന്നെ ഭയങ്കര വാശിയായപ്പോൾ അത് വാങ്ങി. ലാസ്റ്റ് ഹനുമാൻ ഗദ പിടിച്ച് നടക്കുന്ന പോലെയാണ് കുഞ്ഞത് പിടിച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. കിട്ടിയപ്പോ കുഞ്ഞിയുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. ബിയു ഹനുമാൻ ലങ്ങയ്ക്ക് പോണ പോലെ ബിയു പിടിച്ചിരിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നേരത്തെ തന്നെ എണീറ്റു. വേഗം തന്നെ ചോറ് അടുപ്പത്ത് വെച്ചു. അച്ഛനും അമ്മയും നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ ഇന്ന് തന്നെ പോവും. അപ്പോൾ ഉണ്ണിയാളുടെ കൂടെ കുറച്ച് സമയം ഇരിക്കണമെങ്കിൽ നേരത്തെ വരണമല്ലോ. അപ്പോൾ അങ്ങനെ നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പണികളൊക്കെ അവർ വരുമ്പോഴേക്ക് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കും ഉണ്ണിയാളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. ഈ പണി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാൻ കറിയൊക്കെ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ വറുത്തരച്ചിട്ടുള്ള കൂട്ടാനാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ദോശയാണ് രാവിലെ ചായക്ക് കടിക്ക് വേണ്ടിയിട്ട് തലേദിവസം ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ പൊന്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഈ റാഗിയൊക്കെ ഇട്ടിട്ട് തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇനി അതിക്കൊരു ചട്നി ഉണ്ടാക്കണം. അപ്പോൾ തേങ്ങയും കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലത്തെ ചട്നി തന്നെ, മറ്റേ പീനട്ടൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ വറ്റൽമുളകിൻ്റെ പകരം പച്ചമുളക് ഇട്ടിട്ടുള്ള ഒരു ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഒരു 9 മണി 9:30 9:30 ഉണ്ടാവും. അച്ഛനും അമ്മയും വന്നു. പിന്നെ ആ ഒരു ടൈമിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അവർ വന്ന് കുഞ്ഞിക്കാണെങ്കിൽ അച്ഛനെ കണ്ടപ്പോൾ ഇതാരപ്പോൾ ഇയാൾ ആരത് നോക്കിയായിരുന്നു കുഞ്ഞിയുടെ മനസ്സിൽ. കുഞ്ഞി 3 മാസം കുഞ്ഞിയുടെ 90 ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അച്ഛനുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പോയതാണ്. പിന്നെ ഈ വീഡിയോ കോളൊക്കെ കാണുമ്പോഴാണ് കുഞ്ഞ് അച്ഛനെ കാണുന്നത്. അപ്പോൾ അമ്മമ്മ കണ്ടപ്പോൾ അമ്മമ്മയുടെ അടുത്തേക്ക് വേഗം പോയി. പിന്നെ അച്ഛനെ ആരാത് കുറേ നേരം അവൾ ഇങ്ങനെ മിണ്ടാതെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അച്ഛനായിട്ട് സെറ്റായി. രാഹുവിനാണെങ്കിലും ആദ്യം കണ്ടപ്പോൾ തീരെ അടുത്തേക്കൊന്നും പോവാതെ ഭയങ്കര ഒരു വിട്ടു നിൽക്കലൊക്കെ ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അച്ഛനുള്ള സമയത്ത് അവൻ എപ്പോഴും അച്ഛൻ്റെ കൂടെ തന്നെയായിരുന്നു. കുറേ നേരം ബൈക്കിലും ഒക്കെ പോയിട്ടും അച്ഛൻ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. കുറേ നേരം അവൻ്റെ കൂടെ കളിക്കും അങ്ങനെയൊക്കെ.
അപ്പോൾ അമ്മയാണെങ്കിൽ ചിക്കനൊക്കെ മസാലയൊക്കെ തേച്ച് സെറ്റ് ചെയ്ത് വെച്ചു. ഞാനാണെങ്കിൽ ഇന്നലെ തന്നെ ഫിഷ് കറി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ബാക്കി ഫിഷ് ക്ലീൻ ചെയ്തിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, അമ്മയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഓരോ പണികളാണ്. അപ്പം അമ്മ ആ പണികളിലൊക്കെയാണ്. അപ്പം ഞാൻ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ, ഇപ്പം ഭയങ്കര ചൂടല്ലേ, അപ്പോൾ എന്തെങ്കിലും റിഫ്രഷിംഗ് ആയിട്ട് ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ആപ്പിളും അനാറും പഴവും നുറുക്കിയിട്ടു. അതിലേക്ക് പാലിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കസ്കസ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പാലിൽ കാഷ്യൂസ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി പേസ്റ്റ് ആക്കി അരച്ചിട്ട് അതും ഇതിൽ ആഡ് ചെയ്യണം. പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കുക, പിന്നെ പാലും ചേർക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ പകരം പഞ്ചസാര ചേർക്കാം, പക്ഷേ അതിനേക്കാൾ ടേസ്റ്റാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ ആപ്പിൾ കുറച്ചുകൂടി ചെറിയ കഷ്ണമാക്കുകയാണെങ്കിൽ ഇതിലും ടേസ്റ്റ് ആയേനെ. ഞാൻ നുറുക്കി വന്നപ്പോൾ അത് വലിയ വലിയ കഷ്ണങ്ങളായി. വേറെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം. പണ്ടൊക്കെ നമ്മൾ ഓരോ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ ഇതേപോലെ പിസ്തയുടെ ഒരു വെള്ളമുണ്ട്. പണ്ടൊക്കെ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ നമ്മൾ പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന സമയത്ത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന്, ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് അങ്ങനെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ എനിക്ക് ഇങ്ങനത്തെ ഡ്രിങ്ക്സ് ഇത് എന്ത് സാധനം എന്ന് അറിയില്ല, ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് അറിയില്ല, അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോൾ നമുക്ക് ഓരോ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ഓരോന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അച്ഛനാണ് ഇന്ന് രണ്ടുപേരും കുളിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ അവരുടെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്മയാണെങ്കിൽ ചിക്കൻ വറുത്തത് റോസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. പിന്നെ കുഞ്ഞിനെ ഉറക്കി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജയലക്ഷ്മിയിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ സെറ്റാക്കി ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. രാവു ആണെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല, പക്ഷെ അവനാണെങ്കിൽ കാറിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഉറങ്ങും. പിന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാനൊക്കെ പോകുന്ന സമയത്ത് അവനെ എടുത്ത് നടക്കേണ്ടി വരും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ അവനെ ഉറങ്ങാൻ തീരെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് കൂടി കയറാണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ടാണ് പിന്നെ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. നല്ല നല്ല നമുക്ക് ഓഫീസ് വെയേഴ്സ് ആയിട്ടൊക്കെ ഉള്ള കുറേ കുർത്ത സെറ്റ് അല്ല, ഈ ചുരിദാർ ബിറ്റിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പാർട്ടി വെയറാണ് നോക്കി. അതൊക്കെ കഴിഞ്ഞ് അമ്മയും കുറേ സാരി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു സാരി അവിടെ നിന്ന് കിട്ടിയില്ല. അമ്മ വിചാരിച്ച പോലത്തെ സാധനം കിട്ടിയില്ല. ഞങ്ങൾ പാർട്ടി വെയർ പോലെയുള്ളതിലൊക്കെ നോക്കി. അതിലൊരു കളറ് ഇഷ്ടപ്പെട്ടു, ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു, പക്ഷെ ആ കളർ അമ്മയ്ക്കുള്ളതുകൊണ്ട് പിന്നെ എടുത്തില്ല. അങ്ങനെയൊക്കെ ആയിട്ട് അതൊരു യെല്ലോ കളറായിരുന്നു. അപ്പം അമ്മയ്ക്ക് യെല്ലോ സാരികൾ വേരും അതേപോലത്തെയൊക്കെ ഉണ്ട്. അപ്പം പിന്നെ അതെടുത്തില്ല. പിന്നെ വേറെ കളറൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല, പിന്നെ അങ്ങനെ എടുത്തില്ല. എനിക്കൊരു ചുരിദാർ ബിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ആ പാർട്ടി വെയർ കളക്ഷനിൽ. പിന്നെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കുറേ ഡ്രസ്സ് നോക്കി, പക്ഷെ തീരെ കളക്ഷൻ ഇല്ല പിള്ളേർക്ക്. അതൊക്കെ നമുക്ക് സുഡിയോയിലും മാക്സിലൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് നല്ല കളക്ഷനുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറി. അങ്ങനെ കുഞ്ഞിക്കും രാവുവിനും ആണെങ്കിൽ ഇത് വേറെ എവിടുന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. കുഞ്ഞി ഒരു ഗ്ലാസ്സിൽ അവർക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് ജ്യൂസ്. അങ്ങനെ അതൊക്കെ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ രാത്രിയായി. തിരിച്ചൊരു ക്യാബ് ബുക്ക് ചെയ്ത് വന്നു. പിന്നെ ആ ക്യാബിൽ തന്നെ അവർ തിരിച്ചു പോയി. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും വരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോയപ്പോൾ പിന്നെ ഒരു സങ്കടം പോലെയാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. കുഞ്ഞിനെ കൊണ്ട് പാട്ടൊക്കെ പഠിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഡേ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.